നമസ്തേ. നാടെങ്ങും ഗണേശസ്തുതികളുടെ ഘോഷവും ആനന്ദ ചുവടുകളുമായി ഒഴുകിയ ഭക്തിസാഗരവും അനുഗ്രഹ വർഷം പോലെ പെയ്ത ചാറ്റൽ മഴയും ചേർന്ന എറണാകുളത്ത് വിനായക ചതുർത്ഥി ആഘോഷങ്ങൾ നിറഞ്ഞ ഭക്തിപ്രഭയിൽ സമാപിച്ചു. വിവിധ ഭാഗങ്ങളിലായി അലങ്കരിച്ച വിഗ്രഹങ്ങൾ നിരനിരയായി തലയെടുപ്പോടെ പ്രത്യക്ഷപ്പെട്ടപ്പോൾ നഗരവീഥികൾ മുഴുവൻ ഉത്സവാത്മക ഭാവത്തിലായി. വിശ്വ ഹിന്ദു പരിഷത്ത് കൊച്ചി മഹാനഗരം ഗണേശോത്സവ പരിഷത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വിഗ്രഹ നിമജ്ജന ഘോഷയാത്ര ഭക്തി നിർഭരമായി നടത്തപ്പെട്ടു. ഇന്ത്യ ഒട്ടാകെയല്ല, ലോകമൊട്ടാകെ തന്നെ ഇപ്പോൾ ഗണേശോത്സവം സമുചിതമായി കൊണ്ടാടുന്ന അവസരമാണ്, ദിനമാണ്. രാജ്യത്തിൻ്റെ മറ്റു പല ഭാഗങ്ങളിലും ഉള്ള പോലെ തന്നെ നമ്മുടെ കേരളത്തിലും ഈ കൊച്ചി നഗരപ്രദേശത്തും ഗണേശോത്സവം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ സമുചിതമായി തന്നെ കൊണ്ടാടുന്നുണ്ട്. പക്ഷേ ഈ ഒരു കൂട്ടായ്മ നമ്മൾ പല സ്ഥലങ്ങളിൽ നിന്നും വന്നു ചേർന്നിട്ടുള്ള ഗണേശ വിഗ്രഹവും വഹിച്ചുകൊണ്ടുള്ള വാഹന ജാഥ, ബൈക്ക് ജാഥ, സംഗീതത്തിലുള്ള കുട്ടികളുടെ ഡാൻസുണ്ട്. ഇതെല്ലാം നമ്മൾ ചെറായി വരെ ഉള്ള ബീച്ചിൽ ചെന്നിട്ട് അവിടെയാണ് അതിൻ്റെ നിമജ്ജനം നടക്കുന്നത്. എല്ലാം പ്രകൃതി സ്നേഹ ഉള്ള വസ്തുതകൾ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള വിഗ്രഹങ്ങളാണ്. കടലിനോ പ്രകൃതിക്കോ യാതൊരുവിധ കേടും സംഭവിക്കാത്ത രീതിയിലുള്ള എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ബയോഡിഗ്രേഡഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് കൊണ്ട് ഉണ്ടായിരിക്കുന്ന വിഗ്രഹങ്ങളാണ്. അതുകൊണ്ട് പ്രകൃതിയെ കൂടെ സ്നേഹിക്കുന്ന ജനവിഭാഗമാണ് നമ്മുടെ സമൂഹം എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മളുടെ എല്ലാ ഭക്തജനങ്ങൾക്കും എല്ലാവിധ ഗണേശ ഉത്സവത്തിൻ്റെ ആശംസകൾ നേർന്നുകൊണ്ട് ഈ പ്രൊസഷൻ ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ പ്രഖ്യാപിച്ചു. ജാഥ ക്യാപ്റ്റനായ ഗണേശോത്സവ പരിഷത്ത് ട്രഷററും ബജ്രംഗദൾ ജില്ലാ സംയോജകനുമായ മനു അശോകന, VHP കൊച്ചി മഹാനഗരം ജില്ലാ അധ്യക്ഷൻ A. ശ്രീകുമാർ പതാക കൈമാറി ഘോഷയാത്രയ്ക്ക് തുടക്കം കുറിച്ചു. ഇടപ്പള്ളി, തൃക്കാക്കര, തൃപ്പൂണിത്തറ, മരട്, എറണാകുളം, പള്ളുരുത്തി, വൈപ്പിൻ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നായി ചെറുതും വലുതുമായ 50ഓളം ഗണേശ വിഗ്രഹങ്ങളാണ് ഘോഷയാത്രയിൽ പങ്കെടുത്തത്. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പൂജാകർമ്മങ്ങളോടെ പ്രതിഷ്ഠിച്ച വിഗ്രഹങ്ങൾ സായാഹ്നത്തോടെ കലൂർ സ്റ്റേഡിയം പരിസരത്ത് സംഗമിച്ചു. അവിടെ നിന്ന് വൈകിട്ട് 5 മണിക്ക് ആരംഭിച്ച ഘോഷയാത്ര സംഗീതവും മന്ത്രഘോഷങ്ങളും നിറഞ്ഞ നഗരവീഥികൾ ചുറ്റി മുന്നേറി. ചാറ്റൽ മഴ പെയ്തിരുന്നിട്ടും 1000-ലധികം ഭക്തർ ഘോഷയാത്രയിൽ പങ്കെടുത്തു. ഗണപതി ബപ്പ മോറിയ എന്ന സ്തുതിഘോഷങ്ങളാൽ നിറഞ്ഞ അന്തരീക്ഷം, അലങ്കാരങ്ങളാൽ മനോഹരമായ വിഗ്രഹങ്ങൾ, ഭക്തർ ചേർന്നൊരുക്കിയ പൂക്കൾ അലങ്കാരങ്ങൾ എല്ലാം ചേർന്ന നഗരം ഒരു ഭക്തിസാഗരമായി. കുടുംബങ്ങളുമായി കുട്ടികളുമായി എത്തിയ ഭക്തജനങ്ങൾ കൈകളിൽ പതാകകളും വിളക്കുകളും കരുതിയാണ് വിഗ്രഹങ്ങൾക്ക് ആദരവ് ചൊരിഞ്ഞത്. ഘോഷയാത്ര ഒടുവിൽ വൈപ്പിൻ അയോധ്യാപുരം ക്ഷേത്രത്തിലെത്തി. അവിടെ പൂജാകർമ്മങ്ങൾ പൂർത്തിയാക്കിയ ശേഷം പുതുവൈപ്പിൻ ആറാട്ടുകടവിലാണ് വിഗ്രഹങ്ങൾ ഭക്തി നിർഭരമായി നിമജ്ജനം ചെയ്തത്. ഭക്തരുടെ ഭക്തി നിർഭരമായ ഗണേശസ്തുതികളിൽ വിഗ്രഹങ്ങൾ വെള്ളത്തിലേക്ക് മറഞ്ഞു. പൂർവിക
മികച്ച ഗണേശ വിഗ്രഹത്തിനുള്ള എവറോളിംഗ് ട്രോഫി മരട് പ്രഗഡ് സ്വന്തമാക്കി. 2ാം സ്ഥാനത്തിന് തൃപ്പൂണിത്തറ പ്രഗഡും 3ാം സ്ഥാനത്തിന് എറണാകുളം പ്രഗഡുമാണ് അർഹരായത്. ഭക്തിയും കലാപ്രതിഭയും ഒന്നിപ്പിച്ച വിഗ്രഹങ്ങൾക്കുള്ള അംഗീകാരമായി ഈ പുരസ്കാരങ്ങൾ മാറി. വൈപ്പിനിൽ നടന്ന യോഗത്തിൽ VHP സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി അഭിനു സുരേഷ്, VHP വിഭാഗ് സെക്രട്ടറി KN സജീവൻ, VHP ജില്ലാ പ്രസിഡന്റ് A ശ്രീകുമാർ, ഗണേശോത്സവ പരിഷത്ത് ട്രഷറർ മനു അശോക്, VHP ജില്ലാ ജോയിന്റ് സെക്രട്ടറി പ്രശാന്ത് വർമ്മ, ഗണേശോത്സവ പരിഷത്ത് കൺവീനറും BJP മധ്യമേഖലാ സെക്രട്ടറിയുമായ C നന്ദകുമാർ, തൃപ്പൂണിത്തറ നഗർ കാര്യവാഹ് രാകേഷ്, മരട് നഗർ കാര്യവാഹ് ബിജു മുകുന്ദൻ, വൈപ്പിൻ നഗർ കാര്യവാഹ് PS സൂരജ്, മാതൃശക്തി ജില്ലാ സംയോജക വിജി ലാലൻ, ദുർഗാവാഹിനി ജില്ലാ സംയോജക TL അമൃത, ജില്ലാ സഹസേവാ പ്രമുഖ് PR ബിജു, VHPയുടെ ഹിന്ദു വിശ്വാസ് ചാനൽ ചീഫ് എഡിറ്റർ രഞ്ജിത്ത് മേനോൻ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. ആയിരക്കണക്കിന് ഭക്തരുടെ സാന്നിധ്യത്തിൽ നടന്ന ഈ വിഗ്രഹ നിമഞ്ജന ഘോഷയാത്ര എറണാകുളത്തിന് ഭക്തിപ്രഭയോടെ വിട പറഞ്ഞു. മഴയിലും ഗാനം നിറഞ്ഞ അന്തരീക്ഷത്തിലും വിഗ്രഹങ്ങൾ വെള്ളത്തിലേക്ക് മറിയുമ്പോൾ ഭക്തരുടെ ഹൃദയങ്ങളിൽ വിനായകന്റെ അനുഗ്രഹത്തിന്റെ ഒരവസ്മരണീയ ഓർമ്മ പതിഞ്ഞു.